അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ആയത്തുൽ കുർസിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഒരു സുഹൃത്ത്, എനിക്ക് ആ സുഹൃത്തിൻ്റെ കമൻറ്റ് ഒരുപാട് സന്തോഷം നൽകി. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ടാവുമല്ലോ അത് വിശ്വസിച്ചിട്ട് ആ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ സഹോദരിയുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി നൽകട്ടെ, ആമീൻ. നമ്മളിൽ പലരും ഇപ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമാണ്. ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ വേണ്ടി അള്ളാഹുവോട് ചോദിക്കേണ്ടതും അതിനായി നമ്മൾ ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. പരിശ്രമവും തവക്കുലും, എഫേർട്ട് ആൻഡ് ട്രസ്റ്റ്. ഏതൊരു കാര്യവും നടക്കാൻ അതിൻ്റേതായ പരിശ്രമം വേണം. ജോലി ലഭിക്കാനും നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നടക്കാൻ അതിൻ്റെ ഒരു പരിശ്രമം വേണം, നമ്മളുടേതായിട്ടുള്ളൊരു പരിശ്രമം. അപേക്ഷകൾ അയക്കുന്നത്, ഇൻ്റർവ്യൂകൾക്ക് തയ്യാറെടുക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ് അതൊക്കെ. അതോടൊപ്പം തന്നെ ഫലം നൽകുന്നത് അള്ളാഹു ആണ് എന്ന ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നമ്മുടെ മനസ്സിൽ ആ ഒരു തവക്കൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കേണ്ടത്. ഖുർആനികമായിട്ടുള്ള ചില ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറാനും നല്ലൊരു വഴി തുറന്നു കിട്ടാനും ഖുർആനിൽ നിന്ന് നമുക്ക് പതിവാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ, തടസ്സങ്ങൾ മാറി നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കുറച്ച് ദിക്റുകളാണ് ഇന്നിപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് അസ്തഗ്ഫിറുല്ലാ, ഇസ്തിഗ്ഫാർ. ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും എത്ര നമുക്ക് ചെല്ലാൻ കഴിയുന്ന അത്രയും ചെല്ലുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും. ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇത് തടസ്സങ്ങൾ മാറാനും ഉപജീവന മാർഗങ്ങൾ തുറന്നു കിട്ടാനുള്ള വലിയൊരു വഴിയാണ്. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇസ്തിഗ്ഫാർ പതിവാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും. പിന്നെ അടുത്തതായിട്ട് സൂറത്തുൽ ഖസസിലെ ആയത്ത് 24-ാമത്തെ ആയത്ത്, മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ദുആ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. അർത്ഥം, നാഥാ, എനിക്ക് നീ നൽകുന്ന ഏത് നന്മയിലേക്കും ഞാൻ അങ്ങേയറ്റം ദരിദ്രനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ജോലി അന്വേഷിക്കുന്നവർ തീർച്ചയായും ദിക്റായി ഈ പ്രാർത്ഥന പതിവാക്കുക. പിന്നെയാണ് നമ്മുടെ സൂറത്ത് തോഹയിലെ 25-28 വരെയുള്ള ആയത്ത്. റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന് തുടങ്ങുന്ന ആയത്ത്. ഇൻ്റർവ്യൂവിനോ പരീക്ഷയ്ക്കോ പോകുമ്പോൾ ചൊല്ലുന്നത് മനസ്സിനും നാവിനും നല്ലൊരു ആത്മവിശ്വാസം നൽകും. ഈ ദിക്റുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും അത് നോക്കി കാണാതെ പഠിച്ച് നിത്യജീവിതത്തിൽ പതിവാക്കാം. സുഹൃത്തുക്കളെ, പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ കഴിവും കഠിനാധ്വാനവും വളരെ പ്രധാനമാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ശുദ്ധിയോടെ 2 റക്അത്ത് സ്വലാത്തുൽ ഹാജത്ത്, ആവശ്യം നിറവേറാൻ വേണ്ടിയുള്ള നിസ്കാരം, ആ നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലി അള്ളാഹു നിങ്ങൾക്ക് വേഗത്തിൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സുരുക്കി ദുആ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. നമ്മുടെ ചാനലിലെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ ആ കാര്യം, തനിക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ആ സഹോദരിയെ പോലെ തന്നെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ കരിയറിൽ നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നമ്മളിൽ പലരും ഉണ്ടാകും. നമുക്കെല്ലാവർക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കൊക്കെയാണോ ജോലിയില്ലാത്തത് അവർക്കെല്ലാവർക്കും നീ നല്ലൊരു ജോലി നൽകണമേ.
അല്ലാഹുവേ, അവരുടെ കഴിവിനൊത്ത അവരുടെ കുടുംബത്തിന് സമാധാനം നൽകുന്ന ഹലാലായ മാർഗത്തിലൂടെയുള്ള ജോലി നീ അവർക്ക് വേഗത്തിൽ നൽകണമേ. അവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ. ആമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ വിഷമിക്കേണ്ട. അള്ളാഹുവിൻ്റെ സമയം കൃത്യമാണ്. നിങ്ങൾ പരിശ്രമം തുടരുക, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നൽകും ഇൻഷാ അള്ളാഹ്. എല്ലാവരും ആമീൻ എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമല്ലോ. ഇതോടെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിരാശരാകരുത്. നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുക. പക്ഷേ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഏറ്റവും നല്ലത് അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. ആ വലിയ വിശ്വാസം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവരോ ജോലിക്കായി കാത്തിരിക്കുന്നവരോ ആണെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അള്ളാഹു എനിക്ക് നല്ലൊരു ജോലി നൽകട്ടെ എന്ന് എഴുതുക. നമുക്കെല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സഹായം ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായി സോറ ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു നാളെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.